ശ്രീ ഡിജോ കാപ്പൻ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നു ഏതാണ്ട് 75% വരുന്ന അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചികിത്സാ പിഴവിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എത്തുന്നവരാലോ ഒക്കെ പലതരത്തിലുള്ള പീഡനത്തിന്, പലതരത്തിലുള്ള ഇൻസൾട്ടുകൾക്ക് അവർ ഇരയാക്കപ്പെടുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രികളെ പ്രത്യേക സുരക്ഷാ മേഖലയാക്കുകയും, അതായത് ഒരു സംരക്ഷിത മേഖലയാക്കി മാറ്റുകയും അവരുടെ സുരക്ഷ ഉറപ്പുവരുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയും ചെയ്യണം. അതിന് കേരളമടക്കം 25 സംസ്ഥാനങ്ങളിൽ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരം നിയമങ്ങൾ പോലും യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പാകത്തിലുള്ളതല്ല എന്ന വിമർശനമാണുള്ളത്. അത് കൊൽക്കത്തയിൽ നടന്ന ഈ കൊലപാതകമാകട്ടെ, അതല്ലെങ്കിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമവും കൊലപാതകവുമാകട്ടെ, അങ്ങനെ എത്രയോ കേസുകൾ അവർ പേടിച്ച ആശുപത്രികളിൽ വരികയും കഴിയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങൾ മുഴുവൻ പരിഗണിക്കുമ്പോൾ ഒരു ഒരു സെൻട്രൽ ഒരു ലോ വേണം, അതായത് ഒരു കേന്ദ്ര നിയമം ഈ കാര്യത്തിൽ വേണം എന്ന അവരുടെ ആവശ്യം തീർത്തും ന്യായമല്ലേ? വിഷ്ണു, അത് പറയുന്നതിന് മുമ്പ് 1947 ഓഗസ്റ്റ് 14 രാത്രിയിൽ അന്നത്തെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കൽക്കട്ട നഗരത്തിൽ ആളുകൾ തെരുവിൽ പ്രകടനമായിരുന്നു. എന്താണ്? നമ്മൾ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിൻ്റെ സന്തോഷം. എന്നാൽ 77 വർഷം കഴിഞ്ഞ് അതേ കൽക്കട്ട നഗരത്തിൽ ഓഗസ്റ്റ് 14 രാത്രിയിൽ ആളുകൾ തെരുവിലായിരുന്നു. എന്താണ്? ഒരു ഡോക്ടറെ നമ്മുടെ നാടിന്, അതുപോലെ രാജ്യത്തിന് തന്നെ ആകെ നാണക്കേടായ രീതിയിൽ നിഷ്ഠൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി. മാത്രമല്ല, ശാരീരികമായ അതിക്രമം അതിക്രൂരമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ കൂടി വരുന്നത്. കണ്ണ്, മൂക്ക്, കൈകാലുകൾ, വയറ്, കഴുത്ത്, ഇതിൻ്റെ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ എല്ലായിടത്തും പരിക്കുകളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, ഇതിനകത്ത് 2 സാധ്യതകൾ അവിടെ പറയപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം ഈ നമ്മുടെ വന്ദനാദാസിനെ കൊന്നത്, അല്ലെങ്കിൽ ആ കുട്ടി മരണം അടഞ്ഞത് ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരാളുടെ നിഷ്ഠൂര പ്രവർത്തനമാണ്. ഇവിടെയും അതുപോലെയുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത്. അതായത് 12,500 പേര് അതിക്രമിച്ച് കയറി ഈ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ ഉള്ളിടത്ത് അതിക്രമം കാണിക്കുന്നു. അതായത് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുക. അവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഒരു രാഷ്ട്രീയ കക്ഷികളിലും മെമ്പർഷിപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയല്ല, പിന്നെ ആരാണ് ഇതിന് പുറകിൽ? അപ്പോൾ ഇതിന് പുറകിൽ 2 സാധ്യതകളാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പം പറയുന്നത്. അതായത് ഈ ഡോക്ടർ എപ്പോഴും അധികം മരുന്ന് എഴുതുന്നതിന് എതിരായിരുന്നു. നമുക്കറിയാം, ചില ഡോക്ടർമാരെ കുറിച്ചൊക്കെ അപൂർവം ചില ഡോക്ടർമാരാണ് ആവശ്യമില്ലാത്ത മരുന്നുകൾ എഴുതുന്നുണ്ട് എന്നൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആക്ഷേപം വരുന്നുണ്ട്. ഇപ്പം ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. അപ്പോൾ ഈ ഡോക്ടർ എപ്പോഴും അവരുടെ സംസാരത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് എഴുതിയാൽ അതുകൊണ്ട് പല ശരീര അവയവങ്ങൾക്കും കേടുവരും, എന്തിനാണ് അങ്ങനെ എഴുതുന്നത് എന്നുള്ള എപ്പോഴും സംസാരിക്കുന്നവരായിരുന്നു. ഒന്നുകിൽ അങ്ങനത്തെ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികളോ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ മയക്കുമരുന്നിന് അടുത്ത തലമുറയെ അതിനടിമകളാക്കുക. അവരടിമകളായ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന മക്കളുടെയും അവരുടെ രക്തത്തിൽ അതുണ്ടാവും. അങ്ങനെ ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ 4-5 വർഷം കഴിയുമ്പോൾ പല്ല് വരെ കൊഴിഞ്ഞു പോവുക. അതൊന്നും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. അതായത് ഈ ഡോക്ടറെ ആ ഹോസ്പിറ്റലിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമമുണ്ടായി. പക്ഷേ അത് അവിടുത്തെ ഡോക്ടർമാരും എല്ലാവരും കൂടി അതിനെതിരെ നിന്നപ്പോഴാണ് ആ വിദഗ്ധ ഒരു ടീമിനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചത്. എന്നിട്ടും എന്താണ് ഉണ്ടായത്? കൊലക്കുറ്റത്തിനല്ല ആദ്യ കേസ് ചാർജ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ കേസ് CBIക്ക് വിട്ടപ്പോഴാണ് അവിടെ അല്പം ഒരു മാറ്റം വന്നത്. അതിനിടയ്ക്ക് ഗവൺമെൻറ്റിൽ ഇവർക്ക് സ്വാധീനമുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ആ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി കൊടുത്തതാണ്. അങ്ങനെ രാജി കൊടുത്ത ഒരാളെ എങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൽക്കട്ട ഗവൺമെൻറ്റിനോട്, ബംഗാൾ ഗവൺമെൻറ്റിനോട് ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഉള്ള ഒരു ശക്തികൾ ഇതിന് പിന്നിലുണ്ടായി. 22,500 പേരെയൊക്കെ സംഘടിപ്പിക്കണമെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ വേണം. പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷി ഇല്ലായിരുന്നു എന്നാണ് ഈ പിടിച്ച 250 പേര് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അവരാരും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളല്ല. പിന്നെ അവർ ആരുടെ ആളുകളായിരുന്നു? അത് സത്യത്തിൽ CBI പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്.
പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അവശ്യ സർവീസുകളിലൊന്നല്ല, മറ്റ് സർവീസുകളിൽ പോലും സമരം അനാവശ്യമാണെന്ന് പറയുന്നയാളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കണ്ണു തുറപ്പിക്കണമെങ്കിൽ, ഒരു പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ പോലും സർക്കാർ കണ്ണു തുറക്കണമെങ്കിൽ ചിലപ്പോൾ ജനജീവിതം സ്തംഭിപ്പിക്കേണ്ട ഒരു സ്ഥിതി വരും. ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവൻ ചിലപ്പം അത്യാവശ്യ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ നഷ്ടപ്പെട്ടെന്ന് വരാം. ഞാൻ അങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ സൂചിപ്പിച്ചു, ഞങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം OP ഉൾപ്പെടെ അല്ലെങ്കിൽ തിയേറ്റർ ഉൾപ്പെടെ എല്ലാം സമരം ചെയ്ത് പഴയ ഡെത്ത് റേറ്റിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഡോക്ടർമാർ ചിന്തിക്കരുത്. അങ്ങനെ വെച്ചാൽ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, ഞങ്ങളെപ്പോലെയുള്ള കർഷകരും മറ്റുള്ളവരും ഒക്കെ തരുന്ന നികുതി പണം കൊണ്ടാണ് നിങ്ങളൊക്കെ നല്ലൊരു ശതമാനം ആളുകൾ ഡോക്ടർമാർ ഒക്കെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തോട് ആ പ്രതിബദ്ധത ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സമൂഹത്തിനും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകണം. അതായത് ഈ സ്ത്രീ ഡോക്ടർമാർക്ക് ഈ അധിക അങ്ങനെ കൊടുത്താൽ ഞാൻ ഒരിക്കലും പറഞ്ഞത് ഞങ്ങൾക്ക് ആ ഡെത്ത് റേറ്റ് കൊണ്ടുവരും എന്നല്ല. ഞങ്ങൾ അത്രയും മനുഷ്യപ്പറ്റില്ലാണ്ട് നിന്നാൽ അങ്ങനെ ഒരു സംഭവിക്കാവുന്ന ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞേ. പക്ഷെ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സമരം ഇത്ര മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടി മരിച്ച സമയത്ത് അങ്ങനെ ഒരു മെന്റാലിറ്റി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഇന്നായിരുന്നു അത് വരേണ്ടത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെയാണ് ഇത്രത്തോളം ക്രൂരമായി ഇതാക്കുന്നത്. അല്ല ഡോക്ടറെ, ഞാൻ കോട്ടയംകാരനാണ്. ഡോക്ടർ വന്ദനാദാസിന്റെ ഒക്കെ നഷ്ടം ഞങ്ങളുടെ നാടിനും കൂടെ ഉണ്ടായ നഷ്ടമാണ്. അങ്ങനത്തെ ഒരു നല്ല ഡോക്ടറെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം ഞങ്ങൾക്കൊക്കെ ഉള്ള സമയത്താണ് അതിനേക്കാൾ മൃഗീയമായി ഒരു ഡോക്ടർ ഈ രാജ്യത്ത്, അവരും ബംഗാളിലാണെങ്കിലും അവരും നമ്മുടെ ഭാരതം എൻ്റെ നാടാണ്, എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഞങ്ങൾ. അപ്പോൾ എന്തായാലും പൊതുസമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട്. ആരാണ് ഇപ്പം കൽക്കട്ടയിലെ മുഖ്യമന്ത്രി വരെ പ്രകടനം നടത്തുക. അതിനകത്ത് എനിക്കൊരു ഹാസ്യം പോലും തോന്നി. നടപടി എടുക്കേണ്ട ആളുകൾ പോലും ഇതിനകത്ത് നടപടി വേണമെന്നും പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ ഭരണം വേറെ ആരുടെയോ കയ്യിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പക്ഷേ കൽക്കട്ടയിലെ ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം, പക്ഷേ ചിലപ്പം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകാം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ രാത്രിയിലൊക്കെ ഡ്യൂട്ടി ഇടുന്ന വനിതാ ഡോക്ടർമാരെ അവരുടെ ഡ്യൂട്ടി സ്ഥലത്ത് എങ്ങനെ സുരക്ഷിതമാണോ അതുപോലെ തന്നെ അവരുടെ വീടുകളിൽ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം സമൂഹം അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പൊ അവരെ ചികിത്സിക്കുന്നതിന് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ശമ്പളം കിട്ടുന്ന പോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കണം. ഇന്നാളൊരു ഡോക്ടറെ ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞു പോയ ഒരു ഡോക്ടറെ ഓട്ടോറിക്ഷയിൽ വെച്ച് ഒരാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയ വാർത്തയൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതിന്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുണ്ടായിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എന്തൊക്കെയോ മറയ്ക്കാനുള്ള ഒരു ശ്രമം ആദ്യമുണ്ടായി. അത് മറ്റ് ഡോക്ടർമാരുടെ ശക്തമായ എതിർപ്പ് കൊണ്ടാണ്. അപ്പം ആരോ വലിയ ഒരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.